വർണ്ണ പതാകവാനിലുയർന്ന് ചിറകുവിടർത്തട്ടെ. വർണ്ണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ നിറഞ്ഞ ബാലവേദി കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് വല്ലാതെ സന്തോഷിക്കുന്ന ദിവസമാണ്. എന്താണ് കാരണം? ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ വീഡിയോക്ക് മുന്നിൽ സന്നിഹിതരായിട്ടുള്ളത്. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് എന്ന് എന്നോട് ആദ്യം നിങ്ങൾ പറയണം. നിങ്ങൾ ഓരോരുത്തരും ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നതെന്ന് പറയാം. ഇൻഷാ അള്ളാ കുറച്ച് ചോദ്യങ്ങളുണ്ട് എൻ്റെ അടുത്ത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് എന്ന് നിങ്ങൾ ഒന്ന് പറയണം. എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒന്നാമത് നമ്മുടെ ഇന്ത്യയുടെ കൊടി തന്നെയാണ്. പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇന്ത്യയുടെ കൊടിയുടെ കളർ ഏതാണ് എന്നുള്ളത്, നിറങ്ങൾ ഏതാണ് എന്നുള്ളത്? ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ. 3 കളറാണല്ലോ നമുക്കുള്ളത്. ഒന്നാമത്തേത് സാഫ്രോണാണ്, രണ്ടാമത്തേത് വൈറ്റാണ്, മൂന്നാമത്തേത് ഗ്രീനാണ്. രണ്ടാമത് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? നമുക്ക് വേണ്ടി ഈ കൊടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി, ഈ കൊടിയുടെ പ്രതാപം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്ന് അങ്ങനത്തെ കുറച്ച് ആളുകളെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, പരിചയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് ബഹുമാന്യനായ സ്വാലിക്കയാണ്. അദ്ദേഹത്തോട് സ്വാതന്ത്ര്യദിനം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ആളുകളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. സ്വാലിക്ക, ആരൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ദിനം കടന്നു വരുമ്പോൾ ഓർമ്മ വരുന്ന ആളുകൾ എന്നുള്ളത്? പ്രിയമുള്ളവരെ, നമ്മളിന്ന് സ്വാതന്ത്ര്യ ദിനത്തിലാണ് അല്ലേ? നേരത്തെ നമ്മുടെ കൂടെയുള്ള അമ്രാസ്ക നമ്മളോട് എന്ത് ചെയ്തു? നമുക്ക് ഓർമ്മ വരുന്ന ഇന്ത്യയുടെ പതാകയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരുപാട് നായകന്മാർ, നേതാക്കന്മാർ അല്ലേ, ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് ആളുകളുടെ പേര് എൻ്റെ മനസ്സിലിങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നിങ്ങളുടെ കയ്യിലൊരു പെന്നുണ്ടാവും, അതേപോലെ തന്നെ ഒരു പേപ്പർ ഉണ്ടാവും. ആ പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അല്ലെ, നിങ്ങൾക്ക് ഓർമ്മ വരുന്ന കുറച്ച് നേതാക്കന്മാർ, അവരുടെ പേരൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേരുകളൊക്കെ ഒന്ന് വേഗം നിങ്ങളൊന്ന് എഴുതിയാൽ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? പറയും ഏതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന നേതാക്കന്മാരുടെ പേര് എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? നല്ല മക്കളായി എഴുതുക. വർണ്ണ പതാകവാനിലുയർന്ന് ചിറകുവിടർത്തട്ടെ. വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ. എഴുതിയോ? ഓക്കെ. അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും കുറേ പേര് എഴുതിയവരുണ്ടാവും, 2 പേര് എഴുതിയവരുണ്ടാവും, 5 പേര് എഴുതിയവരുണ്ടാവും. പക്ഷെ എല്ലാവരും എഴുതിയ ഒരു പേരുണ്ടാവും. നിങ്ങളെല്ലാവരും ആദ്യം എഴുതിയ പേരും അതായിരിക്കും അല്ലേ? ഏതാ പേര്? അയ്വാ, ഏതാണ്? ഗാന്ധിജിയുടെ പേര് അല്ലേ? മഹാത്മാഗാന്ധിജി എന്ന് നമ്മൾ വിളിക്കുന്ന ഗാന്ധിജിയുടെ പേര് അല്ലേ? എന്താണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലേ? നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താ? ഗാന്ധിജി എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു വെള്ള കാഷായ തുണി ഇങ്ങനെ തോളിലൂടെ ഇട്ട് കയ്യിലൊരു ഊന്നുവടിയും പിടിച്ച് കാലിൽ ചെരുപ്പിടാതെ അല്ലേ ഇങ്ങനെ നടന്നു നീങ്ങുന്ന വൃദ്ധനായ തലയിൽ മുടിയില്ലാത്തൊരു മനുഷ്യൻ അല്ലേ? ഇന്ത്യക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച മനുഷ്യൻ. പക്ഷെ ഒരാൾ മാത്രമാണോ നമ്മുടെ മനസ്സിലേക്ക്? ഗാന്ധിജി മാത്രമേ വരുള്ളൂ അല്ലേ? പക്ഷെ പിന്നെ രണ്ടാമത് വരാരാണ് നമ്മുടെ മനസ്സിലേക്ക് വരും? ആരാണ് അല്ലേ? നമ്മുടെ ഇവിടെ ഒരു പൂവൊക്കെ കുത്തി അല്ലേ, ഒരു നല്ല വെള്ള തൊപ്പിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചാച്ചാജി എന്ന് വിളിക്കുന്ന ഒരാൾ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? എന്താണ്? ജവഹർലാൽ നെഹ്റു അല്ലേ? നമ്മുടെ കുട്ടികളുടെ ചാച്ചാജി അല്ലേ? ഹൃദയത്തിൽ റോസാപ്പൂവ് ചേർത്ത് വെച്ച് നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി. പിന്നെയോ ചാച്ചാജി കഴിഞ്ഞാൽ പിന്നെ ആരാണ് അല്ലേ? 2 അലി സഹോദരന്മാർ അല്ലേ? ജൗഹർ അലി, ഷൗക്കത്ത് അലി. പിന്നെയോ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹാനായ അബുൽ കലാം ആസാദ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ? ചില ആളുകൾ സംയമനം പാലിച്ചപ്പോൾ അല്ലേ, അത്ര അടിയും പിടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ശൂരനായി നിന്ന ആളുകൾ, അങ്ങനെ പല ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാർ അല്ലേ? സുഭാഷ് ചന്ദ്രബോസ്
പിന്നെ ഭഗത് സിംഗ്, അങ്ങനെ കുറേ സോലിക്ക, ആളുകൾ. അതിനിടയ്ക്ക് ഒരു ചോദ്യം. ഇപ്പൊ നമ്മളെല്ലാവരും പറയാറുണ്ട്, പൊതുവെ മലയാളികൾ പറയാറുണ്ട്, മലയാളി എപ്പോഴും പൊളിയാണെന്ന് പറയാറുണ്ട്. ആ, അങ്ങനെ ആവുമ്പോൾ മലയാളി എപ്പോഴും പൊളിയാണെങ്കിൽ, എല്ലായിടത്തും പൊളിയാണെങ്കിൽ, സ്വാതന്ത്ര്യ ദിനത്തിലും മലയാളികൾ ഉണ്ടാവണമല്ലോ. അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടോ? ഒരുപാട് ആളുകൾ അല്ലെ, കുറെ ആളുകൾ. അല്ല, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമുക്ക് മനസ്സിലേക്ക് ചില ക്ലൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ? ക്ലൂട്ടാൽ എന്നാ ഞാൻ പറയാൻ കഴിയുമെന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. കേരള ഗാന്ധി എന്ന അറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട് അല്ലെ. നമ്മൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയെ പറയും. അതേപോലെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ആരാണ്? അയ്യോ, ഏതാണ്? കെ കേളപ്പൻ അല്ലെ. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു മനുഷ്യൻ. പിന്നെയോ ഇനിയും കുറെ. അതിന്റെ ഇടയ്ക്ക് ഒരാള് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കാരനായ ഒരു വ്യക്തിയില്ലേ, വളരെ അറിയപ്പെട്ട, ഒരുപാട് ചരിത്രങ്ങൾ ബാക്കി വെച്ചു പോയൊരു മഹാനായ വ്യക്തി. അതെ, ആരാണ്? നമ്മുടെ കുട്ടികൾ പറയും, മദ്രസയിലുള്ള കുട്ടികൾ. ആരാ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങള്. നമ്മുടെ ബഹുമാനായ കെ എം മൗലവി അല്ലെ. കെ എം മൗലവി ആരാണ്? നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവാണ്, നായകനാണ് അല്ലെ. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയ മനുഷ്യനാണ്. പക്ഷേ അതോടൊപ്പം ഇന്ത്യയെ വീണ്ടെടുക്കാൻ പോരാടിയ മനുഷ്യനാണ് അല്ലെ. നമ്മുടെ മുസ്ലിങ്ങളെ, മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇങ്ങനെ നയിച്ചു കൊണ്ടുവന്ന മനുഷ്യനാണ് ആര്? കെ എം മൗലവി. അദ്ദേഹം മാത്രമാണോ? അല്ല, ഇനിയും കുറെ ആളുകളുണ്ട്. അപ്പൊ കെ എം മൗലവിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അല്ലെ. നല്ല താടിയുള്ള ഒരു മനുഷ്യനായിരുന്നു അല്ലെ. എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കുന്ന, വളരെ സൗമ്യമായി സംസാരിക്കുന്ന, എന്നാൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ് അല്ലെ മൗലവി എന്നൊക്കെ പറയുമ്പോൾ. അതിനിടയ്ക്ക് ഒരു ചോദ്യം, കെ എം മൗലവി ആരായിരുന്നു? അഥവാ നമ്മൾ കെ എം മൗലവി എന്ന് പറയുമ്പോൾ അദ്ദേഹം വെറൊരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമായിരുന്നു? അതെ അല്ലെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു മൗലവി ആയിരുന്നു അദ്ദേഹം അല്ലെ. മൗലവി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ആരാ അല്ലെ? ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന, വാള് പറയുന്ന ഒരാൾ. പക്ഷേ അതേ വാള് പറയുന്ന ആളായിരുന്ന കെ എം മൗലവി എന്താ ചെയ്തത്? ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നയിച്ചു അല്ലെ. ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെ, നിങ്ങളൊക്കെ സ്കൂളിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വലിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. പിന്നെയോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രംഗപ്രവേശം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമായിരുന്നു. പിന്നെ അതിനുശേഷം മുസ്ലിമീങ്ങളെ മുഴുവൻ ഒന്ന് കേന്ദ്രീകരിക്കാൻ അല്ലെ അദ്ദേഹം ചെയ്ത ഏറ്റവും ബൃഹത്തായ ഒരു പണി, മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ചു അല്ലെ. ഒരു സംഘം രൂപീകരിച്ചു. അതിനു മുമ്പ് ഒരു സംഘടിതമായൊരു ശക്തി, ഒരു കൂട്ടായൊരു പ്രവർത്തനം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല അല്ലെ. നമ്മൾ ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനവും അതേപോലെ തന്നെ സമസ്തയും ഏതൊക്കെ മുസ്ലിം സംഘടനകളുണ്ടോ അതൊക്കെ വന്നത് ഇതിന് ശേഷമാണ് അല്ലെ. അങ്ങനെ മുസ്ലിമീങ്ങളെ ചേർത്ത് നിർത്തി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒരേ ദിശയിലേക്ക് കൊണ്ടുപോയ മഹാനായ മനുഷ്യനായിരുന്നു ആര്? മഹാനായ കെ എം മൗലവി റഹ്മഹുല്ലാഹ്. ഇതില് ഇപ്പോൾ നമ്മളെ ബാലവേദി കുട്ടികളിൽ ഒരുപാട് തിരൂരങ്ങാടി കുട്ടികളുണ്ടാവും. അപ്പോൾ തിരൂരങ്ങാടിയുമായിട്ട് നമ്മുടെ മൗലവിക്ക് എന്തോ ഒരു ബന്ധമുണ്ട്, അതുകൂടി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ തിരൂരങ്ങാടിയിലെ കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടി കെ എം മൗലവിന്റെ പേര് കേട്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. തിരൂരങ്ങാടിയും കെ എം മൗലവിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് അല്ലേ. അവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. യത്തീംഖാനുണ്ട്, പിന്നെ ഓറിയന്റൽ ഹൈസ്കൂളുണ്ട്, പിന്നെ ടെക്നിക്കൽ സ്കൂളുണ്ട്. അങ്ങനെ കുറേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു പേരുണ്ട്, MK ഹാജി അല്ലേ. നല്ല വെളുത്ത താടിയുള്ള ഒരു മനുഷ്യൻ അല്ലേ, നെറ്റിയിൽ നിസ്കാരത്തായമ്പുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് പ്രചോദനമായതാരാണ്? കെ എം മൗലവിയാണ് അല്ലേ. കെ എം മൗലവിയുടെ ശക്തമായ പിന്തുണയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, യത്തീംഖാനയും ഈ പറയുന്ന ഓറിയന്റൽ സ്കൂളുകളും ഒക്കെ അവിടെ രൂപീകൃതമാകുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങളെ ഇങ്ങനെ ചേർത്ത് എന്ത് ചെയ്താണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യന്റെ പേരാണ് എന്ത്, മഹാനായ കെ എം മൗലവി റഹിമഹുല്ലാഹ്. മാത്രമല്ല അന്ന് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹം എന്ത് ചെയ്യും, എല്ലാവരോടും പറയുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും പോരാടണം. അതിനുവേണ്ടി അദ്ദേഹം ലേഖനങ്ങൾ എഴുതി, അദ്ദേഹം നാട് നീളെ ഇറങ്ങി സംസാരിച്ചു, ഒരുപാട് ആളുകളെ അദ്ദേഹം ചേർത്ത് നിർത്തി. അപ്പം അങ്ങനെ ഒരു ചരിത്രം കൂടെ കെ എം മൗലവിയുടെ പിന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെ ഒന്നും കൂടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ പൊതുവെ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയായിട്ട് പോകലാണ്. പക്ഷെ കെ എം മൗലവി എന്നുള്ള ഒരു നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു ഉസ്താദ്, ആ ഉസ്താദിൽ നമുക്ക് കിട്ടുന്നൊരു മാതൃക എന്താ വെച്ചാൽ, അദ്ദേഹം ഒരേ സമയം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അതേസമയം ഒരു അക്കാഡമീഷ്യൻ അഥവാ വലിയ സ്ഥാപനങ്ങൾക്കുള്ളൊരു തുടക്കക്കാരനായിരുന്നു. അതിനൊക്കെ അപ്പുറം വലിയൊരു പണ്ഡിതൻ കൂടിയാണ് എന്നുള്ളത് നമുക്കൊരു പ്രചോദനമാവണം. ഒരു പണ്ഡിതനാണ്
ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് കേൾക്കുമ്പോൾ ഓരോ ബാലവേദി മക്കൾക്കും KM മൗലവി എന്നുള്ളത് ഒരു ആവേശം കൂടി ആവണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് ഒരുപാട് ആളുകളെ പറ്റി പഠിക്കാനുണ്ട്. അതിൽ ഒരാളെ കൂടി നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. നമുക്ക് ഒരുപാട് ഓർമ്മകൾ അല്ലേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന അല്ലേ ഒരു സംഭവമാണ് മലബാർ ലഹള എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന, മലബാർ കലാപം എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന 1921 നടന്ന ഒരു മലബാർ സ്വാതന്ത്ര്യ സമരം അല്ലേ. അതിനെ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കണം അല്ലേ, മലബാർ സ്വാതന്ത്ര്യ സമരം. അത് ആരൊക്കെയാണ് അല്ലേ? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി പേരറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ആളുകൾ അല്ലേ. അവരെന്താ ചെയ്തത്? ഫറൂഖ് പാലത്തിൻ്റെ അപ്പുറത്ത് ബ്രിട്ടീഷ് സൈന്യത്തെ എന്ത് ചെയ്തു? സർവ സന്നാഹവുമുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ വിറപ്പിച്ചു നിർത്തി അല്ലേ. അവർ ആര്? തലയെക്കെട്ട് കെട്ടിയ നാടൻ കാക്കമാരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ അല്ലേ. അതാണെന്ത് അവരുടെ പവർ അല്ലേ. നേരത്തെ അമ്രാസ്ക പറഞ്ഞ മലയാളി പൊളിയാണ് എന്ന് പറഞ്ഞല്ലോ, ആ പൊളി എവിടെയാണ് അല്ലേ? എല്ലാ സന്നാഹവുമുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ വിറപ്പിച്ചു നിർത്തി ഫറൂഖ് പാലത്തിന്റെ അപ്പുറത്ത് അല്ലേ, വിറപ്പിച്ചു നിർത്തി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെയോ വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് തിരുരങ്ങൽ. അതിനുശേഷം നടന്ന വാഗൺ ട്രാജഡി അല്ലേ. വാഗൺ ട്രാജഡി കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിന്നൊക്കെ കണ്ണീര് വരും അല്ലേ. നമ്മളൊക്കെ അറിയില്ലെങ്കിൽ നമ്മുടെ വല്യപ്പന്മാരോടും അതേപോലെ തന്നെ ഉപ്പാരോടൊക്കെ നമ്മൾ ചോദിച്ചാൽ ആ കഥ അവർ വിശദീകരിച്ച് നൽകും അല്ലേ. ചിലപ്പോൾ ഇന്നത്തെ പത്രത്തിൽ നോക്കിയാൽ ചിലപ്പോൾ വാഗൺ ട്രാജഡി കാണും. കാരണം ഓരോ സ്വാതന്ത്ര്യ ദിനവും കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്നാണെന്ത് വാഗൺ ട്രാജഡി. അല്ല, അതിനിടയ്ക്ക് നമുക്ക് കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കാം. വാഗൺ ട്രാജഡി എന്ന് അവർ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഇന്നും അതിന്റെ അടയാളങ്ങൾ കേരളത്തിൽ എവിടെയോ ഉണ്ട്. അത് എവിടാന്ന് പോലും പറയട്ടെ. എവിടെയാണോ ഉള്ളത്? നിങ്ങളെ ആ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ അതൊന്ന് നിങ്ങളെ കയ്യിലുള്ള പേപ്പറിൽ അല്ലെ, എവിടെയാണ്? അതെ, ആ സ്ഥലത്തിന് ഞാനൊരു ക്ലൂ തരാം. ആ സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ വളരെ അറിയപ്പെട്ട അല്ലെ, കേരളം മുഴുവനും നോക്കി കണ്ട കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രഖ്യാപിച്ചത് ആ സ്ഥലത്ത് വെച്ചാണ്. അതിന് വന്ന എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കണല്ലോ അല്ലേ? കുറവായിരിക്കും, പക്ഷെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട്. എന്നാലും വന്ന കുട്ടി എവിടെയാണത്? അതെ അല്ലെ, തിരൂര് വെച്ചാണത്. എവിടെയാണ്? തിരൂര് വെച്ച് അല്ലെ. ആ തിരൂരിലാണ് എന്ത് ചെയ്തത്? വാഗൺ ട്രാജഡി സംഭവിക്കുന്നത് അല്ലെ. എന്താണ് വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ? കേൾക്കുമ്പോൾ കണ്ണീര് വരുന്നൊരു കഥയാണ്. ഒരുപാട് ആളുകളെ ട്രെയിനിന്റെ ഒരു ബോഗിയിൽ കുത്തി നിറച്ച് അല്ലെ, ഏകദേശം 60ഓളം ആളുകളെ ആ ട്രെയിനിൽ കുത്തി നിറച്ച് അവരെ കൊണ്ടുപോവാണ്. അവരെന്താ ചെയ്ത തെറ്റെന്താ? മലബാർ കലാപത്തിൽ പങ്കെടുത്തു എന്നാ അല്ലെ. മലബാർ കലാപത്തിൽ പങ്കെടുത്തു, അവർക്കെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൽ പങ്കെടുത്തതും പങ്കെടുക്കാത്തതുമായ മുസ്ലിമീങ്ങളായ ആളുകളെ എന്ത് ചെയ്തു? കൂടുതലും അല്ലെ അതിലേക്ക് കുത്തി നിറച്ച് ആ തിക്കിലും തിരക്കിലും പെട്ട് ഛർദിച്ച് അവശരായി എത്രയോ ആളുകളിൽ 60ഓളം ആളുകൾ അതിൽ മരിച്ചില്ലേ. അതിൻ്റെ ചൂടുകൊണ്ട് മരിച്ച ആളുകൾ, ഛർദിച്ച് മരിച്ച ആളുകൾ അല്ലെ, തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി മരിച്ച ആളുകൾ. അങ്ങനെ ത്യാഗം സഹിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്നിവിടെ വളരെ സന്തോഷത്തോടു കൂടി ആരെയും പേടിക്കാതെ നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കുക. അങ്ങനെ ഒരുപാട് സങ്കടത്തിന്റെ കഥ അല്ലെ ഒക്കെ നമ്മൾ ഓർക്കണം. എന്തിനാ നമ്മൾ ഓർക്കുന്നത്? നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മയ്യത്തും ഒരാളുകളുടെ ജീവിതവും ഒക്കെ അവര് ഒഴിവാക്കിയപ്പോഴാണ് ഒരുപാട് ഉമ്മമാരുടെ കണ്ണീരും ഒരുപാട് മക്കളുടെ അല്ലെ. അപ്പോൾ ഈ പറയുന്നതിന്റെ കൂട്ടത്തില് നേരത്തെ നമ്മുടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അത് എന്നുള്ളത് ഒരുപാട് ബാലവേദി സ്റ്റുഡൻസിനും പ്രത്യേകിച്ച് വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഓരോ ഭാരവാഹിക്കും ഓരോ സ്റ്റുഡൻസിനും ആവേശം നിറച്ചു കൊടുത്ത പരിപാടിയായിരുന്നു KSC അല്ലെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നുള്ളത്. അത് താങ്കൾ സംസാരത്തിനിടെ സൂചിപ്പിച്ചു. അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ അതിനെക്കുറിച്ച് പറയണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നോക്കിക്കണ്ടല്ലേ, കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്. ഏതാ അല്ലേ? എന്താണ് ആ പാട്ട് അല്ലെ? ഒരിക്കലും തൊടില്ല അല്ലേ. കേരളം മുഴുവനും പാടിയ പാട്ടാണ്. ഒരുപാട് കുട്ടികൾ പങ്കെടുത്തു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ബസ് പോയിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ കാക്കമാരും നമ്മുടെ എത്താത്തമാരും ചിലപ്പോൾ നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. വലിയ സമ്മേളനം അല്ലെ. അപ്പൊ അതാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അല്ലെ. നമ്മള് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ KM മൗലവിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇനിയും ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഞാനിങ്ങനെ പേരിങ്ങനെ സൂചിപ്പിച്ചു പോകാം, നിങ്ങളുടെ മനസ്സിലൊക്കെ ആ പേര് നിൽക്കണം അല്ലേ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. സ്വദേശാഭിമാനി എന്നൊരു പത്രം, അദ്ദേഹം ഒരു പത്രം തുടങ്ങി, ഒരു പത്രാധിപനായിരുന്നു കേട്ടോ. ആ പത്രം തുടങ്ങിയിട്ട് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അല്ലെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എഴുതാൻ ആ പത്രത്തെ അദ്ദേഹം വിട്ടുകൊടുത്തു. സ്വദേശാഭിമാനി എന്ന പത്രം
എന്ത് ചെയ്തു, അദ്ദേഹം തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബ് അല്ലേ, കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു അല്ലേ, മുജാഹിദുകാരനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അല്ലേ, അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ അല്ലമീൻ പത്രം, ഈ മൊയ്തു മൗലവി അല്ലേ, ഈ മൊയ്തു മൗലവി. പിന്നെ അങ്ങനെ കുറേ ആളുകൾ അല്ലേ, മാനായ KM സീതി സാഹിബ് അല്ലേ, കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അങ്ങനെ തുടങ്ങി പേര് പറയുന്നതും പറയാത്തതുമായ അല്ലേ, പറഞ്ഞാൽ ഇതിങ്ങനെ ഈ സമയമൊന്നും മതിയാവില്ല പറയാൻ. കാരണം അത്രയും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട് അല്ലേ. നേരത്തെ നമ്മൾ ഇന്ത്യയിൽ ദേശീയ തലത്തിലെ നേതാക്കന്മാരെ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ പോക്കർ സാഹിബ് അല്ലേ, പോക്കർ സാഹിബ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗം കൂടിയായിരുന്നു ആര്, മഹാനായ പോക്കർ സാഹിബ്. അങ്ങനെ കുറേ ആളുകൾ അല്ലേ, ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ പേരുകൾ ഇങ്ങനെ വരികയാണ് അല്ലേ. അപ്പം അങ്ങനെ കുറേ ആളുകൾ ത്യാഗം സഹിച്ചും അവർ ജീവിതത്തിൽ പ്രയാസപ്പെട്ടൊക്കെ നേടിയെടുത്തതാണെന്ത്, ഈ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ ധൈര്യവും പേടിയില്ലാതെ ജീവിക്കാം. അപ്പോൾ ഇത് നിലനിർത്തൽ ആരുടെ ബാധ്യതയാണ്, നമ്മുടെ അല്ലേ, നമ്മളാണ് നാളെ വലുതാകുന്ന ആളുകൾ. അപ്പോൾ അവരെ അനുഭവിച്ച ത്യാഗം നമ്മളിന്ന് എന്ത് ചെയ്യുന്നു, സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഇനി നമ്മൾ കഴിഞ്ഞാലുള്ള ആളുകൾ ജീവിക്കണമെങ്കിൽ നമ്മളും അതിൽ അടിയുറച്ച് അല്ലേ നമ്മൾ നിൽക്കണം. ഇനി കുട്ടികൾക്കുള്ള 2 അവസരമാണ്, അഥവാ 2 ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ എഴുതണം. അതിൽ ഒന്നാമത്തത്, ഈ വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കപ്പുറം നിങ്ങൾക്കറിയുന്ന ഒരു 5 ആളുടെ പേര് നിങ്ങൾ എഴുതണം. അതാണ് ഒന്നാമത്തെ നിങ്ങൾക്കുള്ള ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി അല്ലെങ്കിൽ ഒരു ചോദ്യമായി നൽകുന്ന ഒരു വർക്ക് എന്നുള്ളത്. വിശുദ്ധമാവട്ടെ ഹൃദയം, പൂവ് പൊഴിക്കട്ടെ സോദരരാവട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത്, എല്ലാ ആഗസ്റ്റ് 15-നും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടി ഉയർത്തലുണ്ട്. അത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ളത് കൂടി നിങ്ങൾ എന്താക്കണം, കണ്ടെത്തി നിങ്ങളുടെ പേപ്പറിലേക്ക് എഴുതണം ഇൻഷാ അല്ലാഹ്. സ്വാതന്ത്ര്യത്തിൻ മധുരം നൽകിയ നേതാക്കളെയെല്ലാം സ്വന്തം നാടിൻ ശില്പികളായി ഓർമ്മിക്കുക നമ്മൾ. വിശുദ്ധമാകട്ടെ ഹൃദയം, പൂവ് പൊഴിക്കട്ടെ സോദരരാവട്ടെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ കേൾക്കാനുള്ളത്, ഇൻഡിപെൻഡൻസ് ഡേ എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് സമരങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന്. ആ പേരെന്നെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഒരുപാട് സമരങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇനി അങ്ങനത്തെ കുറച്ച് സമരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. എന്താണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്ന കുറച്ച് കഥകൾ? അതെ, 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് 14-ാം തീയതി ഒരു ദിവസം നാളെ നിങ്ങൾ സ്വാതന്ത്ര്യമായിക്കോ എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചതാണോ? അല്ല. അതിൻ്റെ മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണെന്ത് ഇത് അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നത് മുതൽ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യക്കാരെ അവരെന്ത് ചെയ്യാണ്, ഒരു ജയിലല്ല എന്നാലൊരു ജയിൽ, ആ കോലത്തിൽ ഇന്ത്യക്കാരെ തടവ് പുള്ളികളെപ്പോലെ അടിമകളെപ്പോലെ ആക്കി അവർ നമ്മുടെ എല്ലാ സംഗതികളും കവർന്നെടുത്ത് കൊണ്ടുപോയി അവർ വലിയ പൈസക്കാരായി അല്ലേ. കുറേ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർക്ക് മനസ്സിലായി നമ്മൾ സ്വതന്ത്രരല്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട് അല്ലേ. ഏതാണ് ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം? അതെ, കുറേ കുട്ടികൾ ഇപ്പോൾ ഉത്തരം വിളിച്ചു പറഞ്ഞു. ഏതാണ്? ശിപ്പായി ലഹള അല്ലേ. എന്നാ ശിപ്പായി ലഹള നടന്നത്? 1857 നടന്ന ശിപ്പായി ലഹള അല്ലേ. എവിടെ വെച്ചിട്ടാണ് നടന്നത്? അതെ, ബാരക്പൂരിൽ വെച്ച് നടന്ന ശിപ്പായി ലഹള അല്ലേ, ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. പിന്നെ അതിനുശേഷം ഒരുപാട് സമരങ്ങൾ, ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഒക്കെ നിലവിൽ വന്നു അല്ലേ. നിസ്സഹകരണ പ്രസ്ഥാനം വന്നു, പിന്നെയോ ഖിലാഫത്ത് പ്രസ്ഥാനം വന്നു, ക്വിറ്റ് ഇന്ത്യ സമരം വന്നു, ഒരുപാട് സമരങ്ങൾ നടന്നു അല്ലേ. നമുക്കെല്ലാവർക്കും കേട്ടുപരിചയമുള്ള മറ്റൊരു പേരാണെന്ത്? ജാലിയൻ വാലാബാഗ് അല്ലേ. ഒരു കൂട്ടക്കൊലയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലേ. വലിയ ഒരു സങ്കടമുള്ള സംഭവമാണ് അല്ലേ. ഞാൻ കുറേ തവണ സങ്കടമുള്ള കഥ, സങ്കടമുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞില്ലേ. എന്താ കാരണം? ഒരുപാട് ആളുകൾ വിശന്നും ഒരുപാട് ആളുകൾ സഹിച്ചും ഒരുപാട് ആളുകൾ ജീവിതം കൊടുത്തൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം, പിന്നെ ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം,
അങ്ങനെ ഒരു നീണ്ട സമരനിര തന്നെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറുതും വലുതുമായ മറ്റു പല സംഭവങ്ങൾ, ഇതൊക്കെ കൂടിച്ചേരുന്ന ഒരു സംഗതിയാണെന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട് എന്ന് തുടങ്ങി നമ്മുടെ നാട്ടിലെ കുടിയാന്മാരായ ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കിയ ഒരു സദ്യയാണ് ശരിക്കും ആഗസ്റ്റ് 15 അന്ന് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും നല്ല എവിടെയാ ഇന്ത്യയുടെ പതാക ഉയർത്തുക? ചെങ്കോട്ടയിൽ മഹാനായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയായിരുന്ന മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി ചെങ്കോട്ടയിൽ എന്ത് ചെയ്യാണ്? കൊടിയുയർത്തി. അതോടുകൂടി ഇന്ത്യ എന്താണ്? സ്വാതന്ത്ര്യം നേടുകയാണ് അല്ലേ? സലിക, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ സിംഹത്തെ വിട്ടിട്ടുണ്ട്. ഏതാ സിംഹോ? ഞാനത് മനഃപൂർവ്വം വിട്ടതല്ല. ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, എന്താ സ്വാലിക്ക ആ സിംഹത്തിനെ കുറിച്ച് പറയാത്തത്? ഏതാ സിംഹം? ഏതാണ് ആ സിംഹം? ആ സിംഹത്തിന് ഒരുപാട് കഥകളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നമ്മൾ ട്രിപ്പ് പോയത് ആ സിംഹത്തിന്റെ മടയിലേക്കാണ് അല്ലേ? ഏതാണ് ആ സിംഹം അല്ലേ? പറ മക്കളെ. അതെ, മൈസൂർ സിംഹം എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരിക്കലും മറക്കാൻ ബ്രിട്ടീഷുകാർ പേടിച്ചൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അവരിങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് ടിപ്പുവിന്റെ മുമ്പിൽ അവർ അടിവതറി അല്ലേ? വെട്ടിപ്പിടിച്ചു, സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു അല്ലേ? ടിപ്പു സുൽത്താൻ വളരെ കുറച്ചു കാലേ ഭരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തുണ്ടായ റോഡുകൾ, ആ സമയത്തുണ്ടായ പാലങ്ങൾ, ആ സമയത്തുണ്ടായ ഭരണ വ്യവസ്ഥകൾ അല്ലെ, ഇതൊക്കെ ഭയങ്കരമാണ്. ഇന്നും ആളുകൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വളരെ കുറച്ചു കാലം കൊണ്ട് വലിയ വിപ്ലവം തീർത്ത മനുഷ്യനാണ് ആര്? ടിപ്പു സുൽത്താൻ അല്ലേ? അപ്പോൾ അതാണ് അല്ലേ മൈസൂർ സിംഹം എന്നറിയപ്പെടുന്ന നമ്മുടെ ടിപ്പു സുൽത്താൻ അല്ലേ? നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മൾ ചെറുങ്ങനൊന്ന് കേട്ടു. ഇനി ഒരു കപ്പിത്താനെ കുറിച്ച് കൂടി നമുക്ക് കേൾക്കാനുണ്ട്. അഥവാ കടൽ വിറപ്പിച്ച ധീരനായ ഒരു കപ്പിത്താൻ. ആരാണ് അല്ലേ? അന്ന് സാമൂതിരി കോഴിക്കോട് നാട് ഭരിച്ചിരുന്ന ഒരു കാലം. സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം സാമൂതിരിമാർ ഭരിക്കുമ്പോൾ അവർക്ക് കടൽ യാത്ര നിഷിദ്ധമായിരുന്നു അല്ലേ? അവർക്ക് കടലിൽ യാത്ര ചെയ്യാൻ കഴിയാറുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഫ്രഞ്ച് പട്ടാളം എന്ത് ചെയ്തത്? പറങ്കിപ്പട, പോർച്ചുഗീസ് പട്ടാളം കടലിലൂടെ ആക്രമിക്കാൻ വന്ന സമയത്ത് സാമൂതിരിയുടെ കടലിലെ കാലാൾ പടയായി മാറിയ മരക്കാറുമാർ അല്ലെ? മരക്കാറുമാരെ നമുക്ക് വളരെ സുന്ദരമായി നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? അറബിക്കടലിന്റെ ആഴങ്ങളിൽ പറങ്കിപ്പടയെ എന്ത് ചെയ്തു? ഖബറടക്കി പോന്ന ആളുകളാണ് മരക്കാറുമാർ. അവരുടെ മുമ്പിൽ എന്ത് ചെയ്തു? അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. അങ്ങനെ കുറേ ആളുകൾ അല്ലേ? ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓരോന്നിങ്ങനെ മനസ്സിലേക്ക് തേടി വരുന്ന ഒരുപാട് ഓർമ്മകളാണ് അല്ലേ? അങ്ങനെ കുറേ ആളുകൾ സഹിച്ച ത്യാഗവും സഹനവുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലേ? ഇനി നമ്മൾ ഇതിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി കൂട്ടിച്ചേർക്കലുകൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അഥവാ നമ്മൾ വിട്ടുപോയ എന്നാൽ വളരെ അനിവാര്യമായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില പേരുകൾ, ചില സംഭവങ്ങൾ, ചില സംഘങ്ങളുടെ പേരുകൾ അതുകൂടി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. നമ്മൾ പറഞ്ഞ പേരുകൾ തന്നെയാണ് അല്ലേ? പക്ഷെ ഒന്നുകൂടെ നമ്മൾ അവരെ മനസ്സിലാക്കണം. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻ തലമുറക്കാരായിരുന്ന ആളുകൾ അല്ലേ? അവർ കേരളത്തിൽ ചെയ്ത വലിയ സംഭാവന ഉണ്ട്. നമ്മൾ ഇന്ന് കേൾക്കുന്ന പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ നമ്മൾ കേൾക്കലുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ നമ്മൾ കേൾക്കലുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയൊക്കെ കേരളത്തിൻ്റെ മണ്ണിൽ അതിനെ നട്ട് നനച്ച് വളർത്തിയെടുത്ത നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഈ മൊയ്തു മൗലവി, പേരെണ്ണും അല്ലേ? അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേര് അതിൽ പറയും. ഇവരൊക്കെ ആരായിരുന്നു അല്ലേ? കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളായിരുന്നു അല്ലേ? അവർ അതിൻ്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ആയിരുന്നു. അവരൊക്കെ ആരാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിരുന്നു അല്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? കെ മൗലവി എന്ന് പറയുന്ന മനുഷ്യനാണ് അതിൻ്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചത് അല്ലേ? KM സീതി സാഹിബ്, രണ്ടാളുകളാണ്. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും കൂടെ പോയത് KM സീതി സാഹിബും. അതിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ആദ്യം ഏറ്റെടുത്ത മനുഷ്യൻ്റെ പേര് KM മൗലവിയാണ്. പിന്നെ ഉമർ മൗലവിയാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, MCC സഹോദരന്മാരുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഉണ്ട്. അവരൊക്കെ അനുഭവിച്ച ത്യാഗം എന്തിനാണ് അല്ലേ? നമ്മുടെ KM സീതി സാഹിബ് അദ്ദേഹം ആരായിരുന്നു? വലിയ പൈസക്കാരനായിരുന്നു അല്ലേ? ഭയങ്കര പൈസക്കാരനായിരുന്നു. 865 ഏക്കർ സ്ഥലമുള്ള വാപ്പാൻ്റെ മോനായിരുന്നു KM സീതി സാഹിബ്. മരിക്കുമ്പോൾ പട്ടിണിയേറ്റാൻ മരിച്ചു. എന്തേ കാരണം?
ഈ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചു അല്ലേ. അങ്ങനെ കുറേ ആളുകൾ അല്ലേ, KM മൗലവി, അതേപോലെ തന്നെ KM സീതി സാഹിബ് അല്ലേ, നമ്മുടെ ബാഫക്കി തങ്ങൾ. മുസ്ലിം ലീഗിന്റെ ചരിത്രം പറയുമ്പോൾ ബാഫക്കി തങ്ങളെ കുറിച്ച് പറയും. നമ്മുടെ കൊയിലാണ്ടിക്കാരനായ കോഴിക്കോട് ഞങ്ങളുടെ രണ്ടാളെയും നാട്ടുകാരനായ ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങൾ ഒരു കോഴിക്കോട് വലിയങ്ങാടിയിലെ അരിക്കച്ചവടക്കാരനായിരുന്നു. പക്ഷേ സമസ്തക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്നതാരാ? മുജാഹിദുകാരനായ KM മൗലവി അല്ലേ. അതേ ആരാണ്? സമസ്തക്കാരനാ. KM മൗലവിയോ മുജാഹിദുകാരനാ. ഒരേ സമയത്ത് രണ്ട് ചേരിയിൽ നിൽക്കുമ്പോഴും മുസ്ലിങ്ങൾ അവരുടെ പൊതു പ്രശ്നത്തിൽ ഒരുമിച്ച് നിൽക്കണം, അതിന് ഇദ്ദേഹം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് KM മൗലവിയാണ് നമ്മുടെ ബാഫക്കി തങ്ങളെ പോലും, തങ്ങളെ മാത്രമല്ല ഒരുപാട് ആളുകളെ ഇതിലേക്ക് എത്തിച്ച മനുഷ്യന്മാരാണ് KM മൗലവിയും അതേപോലെ തന്നെ KM സീതി സാഹിബും ഒക്കെ. അങ്ങനെ അവർ സഹിച്ച ത്യാഗങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അല്ലേ. പണ്ട് ബ്രിട്ടീഷുകാരോടുള്ള അടങ്ങാത്ത ദേഷ്യം, അത് കാരണം ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ് എന്ത് ചെയ്തു അവർ ഫത്വ ഇറക്കി. ആ സമയത്ത് നമ്മളോട്, കേരളത്തിലെ മുസ്ലിങ്ങളോട്, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത് നമുക്ക് മുന്നേറ്റമാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലേ, സ്കൂളിൽ പോയി പഠിക്കാൻ അല്ലേ. അങ്ങനെ എന്തൊക്കെ വിപ്ലവങ്ങളുണ്ടോ അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞു എന്ത് നിഷ്പക്ഷ സംഘം, മുസ്ലിങ്ങൾക്ക് ആദ്യമായി നിൽക്കാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യൻ KM മൗലവിയാണ്. ആരാണ്? മുജാഹിദുകാരനാണ്. നമുക്ക് അഭിമാനിക്കാം അല്ലെ. നമ്മൾ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മുജാഹിദ് പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലെ, മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത മേഖലകളില്ല എന്ന് എന്ത് ചെയ്യാം, വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് ഇരിക്കുന്ന മദ്രസ അല്ലെ. ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് മദ്രസ ഉണ്ട്. ഇപ്പൊ ഈ വീഡിയോ തന്നെ കേരളത്തിന്റെ പല സ്ഥലത്തുള്ള മദ്രസയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് കുട്ടികൾ കേൾക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒക്കെ മുമ്പ് ഒരു മദ്രസ, ആ മദ്രസയിൽ നിന്നാണല്ലോ ഈ മദ്രസകളൊക്കെ ഉണ്ടായത്. ആ മദ്രസ ഏതാ? ആ മദ്രസയാണ് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വാഴക്കാടുള്ള ദാറുൽ ഉലൂം മദ്രസ അല്ലെ. കേരളത്തിലെ ആദ്യത്തെ മദ്രസ. അന്ന് ചില ആൾക്കാർ പറഞ്ഞത് മദ്രസ വിദ്യാഭ്യാസം പാടില്ല, പള്ളി എന്തേ പാടുള്ളൂ, ദർസേ പാടുള്ളൂ, ബോർഡുമേൽ എഴുതാൻ പാടില്ല, അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ മദ്രസ പ്രസ്ഥാനം കൊണ്ടുവന്ന് അവിടെ അതുമുതൽ കേരളത്തിൽ ഇന്ന് ആയിരക്കണക്കിന് മദ്രസകൾ ഉണ്ടായത് ആ ഒരൊറ്റ മദ്രസ നിന്നാണ്. ആരാണ്? ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആ ചാലിലകത്തിൻ്റെ മദ്രസയിൽ ഇരുന്നാണ് KM മൗലവി എന്ത് ചെയ്തത്? KM മൗലവി പഠിച്ചത്. KM മൗലവിൻ്റെ പേരെന്താ? കാത്തിബ് അല്ലേ. കാത്തിബ് മൗലവി. എന്താ കാത്തിബ്? എഴുത്തുകാരൻ. ആരുടെ? ചാലിലകത്തിൻ്റെ എഴുത്തുകാരനായിരുന്നു KM മൗലവി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാത്തിബ് എന്ന പേര് വന്നത്. അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾ കേരളത്തിലെ എന്തൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ എന്തൊക്കെ നവോത്ഥാനങ്ങളുണ്ടോ ആ നവോത്ഥാനങ്ങളുടെ ഒക്കെ പിന്നിൽ ആരാണ്? നമ്മുടെ ഇസ്ലാഹി നായകന്മാരാണ്, ഇസ്ലാഹി നേതാക്കന്മാരാണ്, മുജാഹിദ് നേതാക്കന്മാരാണ് അല്ലെ. അവരൊക്കെ വെട്ടിത്തെളിച്ച വഴിയിലൂടെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, നടന്നു നീങ്ങുന്നത്. അപ്പോൾ ആ ഓർമ്മ നമുക്കുണ്ടാവണം. മാത്രമല്ല അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അവരെക്കുറിച്ച് വായിക്കുക, അവരെക്കുറിച്ച് പഠിക്കുക അല്ലേ. KM മൗലവി നോക്കുമ്പോൾ നമുക്കൊരു അല്ലേ അതൊക്കെ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ആരാവുള്ളൂ, നമ്മളൊരു മുജാഹിദുകാരനും ഒരു ഇസ്ലാഹി പ്രസ്ഥാനമൊക്കെ ആളുകളൊക്കെ ആകുമ്പോൾ നമ്മളൊരു വിസ്റ്റം സ്റ്റുഡൻസുകാരനാകുമ്പോൾ നമുക്ക് എന്ത് വേണം, KM മൗലവി എന്ന് കേൾക്കുമ്പോൾ ആരാത്, അങ്ങനല്ല, ഞങ്ങളെ നേതാവാ, ആരാ ചാലിലകത്ത് ഞങ്ങളെ നേതാവാ. അപ്പോൾ ആ ഒരു അഭിമാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളവരെക്കുറിച്ച് പഠിക്കണം, അവരെക്കുറിച്ച് കേൾക്കണം. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം പഠിക്കണം, നല്ല മക്കളാവണം. അവർ പറഞ്ഞെന്താ, പഠിക്കാനാ. അപ്പോൾ നമ്മൾ അനുസരിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ നാളെയുടെ നേതാക്കന്മാരാവണം, നാളെയുടെ വെളിച്ചമാകണം. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും നല്ല ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക, സമൂഹത്തിലേക്ക് വെളിച്ചം പരത്തുക എന്നതാണ്. അസ്സലാമു അലൈക്കും. ചിറകു വിടർത്തട്ടെ, വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ.